അപ്പോൾ മക്കളെ, ജനുവരി 29 ഷിഫ്റ്റ് 2 15ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്താണ് 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താ പറയുന്നത്? ലെറ്റ് എക്സ് ഈക്വൽ ടു എം ബൈ എൻ, where m and n are co-prime natural numbers. നോക്കണേ, co-prime natural numbers be a solution of the equation cos of 2 sin inverse x equal to 1/9. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനെ കുറിച്ച് എം ബൈ എൻ എന്ന് പറയുന്നത് അത് കോപ്രൈം ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ലെറ്റ് ആൽഫ കോമ ബീറ്റ, അവിടെ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ആൽഫയും ബീറ്റയും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ആണെന്ന് പറയുന്നുണ്ട്. ബി ദി റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എം എക്സ് സ്ക്വയർ മൈനസ് എൻ എക്സ് മൈനസ് എം പ്ലസ് എൻ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും. ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ എമ്മും എന്നും എന്താണെന്ന് അറിയണ്ടേ? ആ എം എന്നും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ ദ പോയിന്റ് ആൽഫ ബീറ്റ ലൈസ് ഓൺ ദ ലൈൻ. താഴെ തന്നിരിക്കുന്ന ഏത് ലൈനിലാണ് ഈ പോയിന്റ് ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഞാൻ എമ്മും എന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. ഫോർ ദാറ്റ് അതിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്നെടുക്കുന്നത്. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു ആരാണെന്ന് പറയാ? സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് 2 into sin inverse x, sin inverse x ഈക്വൽ ടു 1/9 എന്ന ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? cos 2 തീറ്റ ഈക്വൽ ടു എന്താണെന്ന് പറയാ? 1/9. cos 2 തീറ്റ എന്നാ പറഞ്ഞത്. സബ്സ്റ്റിറ്റ്യൂഷനിലെ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കിട്ടിയിരിക്കുന്നത്. സോ cos 2 തീറ്റന 1 - 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതുന്നത് ഈസ് ഈക്വൽ ടു 1/9. ഇതിൽ നിന്ന് 1/9 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 1 - 1/9 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. 1 - 1/9 എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 8/9 ആണ് കിട്ടുന്നത്. അപ്പോൾ 8/9 ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 8/9 അല്ലേ? എന്തായിട്ട് മാറും? 4/9. 2 ഇൻറ്റു ഇല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ക്യാൻസലേഷൻ നടന്ന് 4/9 കിട്ടും. സോ സൈൻ തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2/3 എന്നാ കിട്ടുക അല്ലേ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 2/3 എന്ന് മാത്രം എഴുതാം. കാരണം എക്സ് എം ബൈ എൻ എന്ന ഫോമിലാണ് ഉള്ളത്. എമ്മും എന്നും കോപ്രൈം ആണ്, കോപ്രൈം നാച്ചുറൽ നമ്പർ ആണ്. സോ 2/3 എന്ന് മാത്രം എടുക്കുക. സോ എം ഈക്വൽ ടു 2 ആണ് ആൻഡ് എൻ ഈക്വൽ ടു ആരാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എം എക്സ് സ്ക്വയർ നോക്കണേ, എം എക്സ് സ്ക്വയർ മൈനസ് എൻ എക്സ് മൈനസ് എം പ്ലസ് എൻ ഈക്വൽ ടു 0. ഇതെന്തായിട്ട് മാറും? വാല്യൂ കൊടുത്തോക്ക്. വാല്യൂ കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? എന്താണ് മക്കളെ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത്? നോക്കണേ, വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുക എം 2 ആണ്, എൻ 3 ആണ്. സോ 2x സ്ക്വയർ എന്ന് എഴുതാ. ഇനിയോ പ്ലസ് ആരാണ്? സോറി, പ്ലസ് അല്ല, മൈനസ് എൻ എക്സ് ആണ്. സോ മൈനസ് 3x എന്ന് കിട്ടും. പിന്നെയോ മൈനസ് എം പ്ലസ് 1 എന്ന് പറയുമ്പം മൈനസ് എം പ്ലസ് 1 അല്ലേ? -2 + 3 എന്ന് പറയുമ്പോൾ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടാം അല്ലേ? അപ്പൊ ഇതിനെ സോൾവ് ചെയ്താൽ പോരെ? ഇതിനെ സോൾവ് ചെയ്യുമ്പം ഇതിനെ ഇങ്ങനെ എഴുതാലോ, 2x സ്ക്വയർ മൈനസ് 3x ആണല്ലോ. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാലോ. മിഡിൽ ടേം -x - 2x എന്ന് എഴുതാ. പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തെ അന്ന് എക്സ് കോമൺ ഔട്ട് ചെയ്യുക. എക്സ് ഇൻറ്റു 2x - 1. അവസാനത്തെ രണ്ടിൽ നിന്നും മൈനസ് കോമൺ ഔട്ട് ചെയ്യുക. 2x - 1 ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2x - 1 ഇൻറ്റു x - 1 ഈക്വൽ ടു ആരാണെന്ന് പറയാ? 0 ആണെന്ന് പറയാം അല്ലേ? അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മക്കൾക്ക് 1/2 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1 എന്ന് കിട്ടും. 2 റൂട്ട് കിട്ടിയല്ലോ. റൂട്ട് ആൽഫയും ബീറ്റ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ആണല്ലോ അല്ലേ? അപ്പൊ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ എന്ന് പറയുമ്പോൾ സോ വി ടേക്ക് ആൽഫ 1 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/2. ആൽഫ 1ഉം ബീറ്റ എന്താണെന്ന് എടുക്കുക? 1/2 ആയിട്ട് എടുക്കുക. അപ്പൊ തന്നിരിക്കുന്ന ഏത് ഇക്വേഷനാണ് സാറ്റിസ്ഫൈ എന്ന് നോക്കുക. ആൽഫ ഈക്വൽ ടു 1 ആൻഡ് ബീറ്റ ഈക്വൽ ടു 1/2 അല്ലേ? ഇതെല്ലാം ഓർഡേർഡ് പേര് കിട്ടുന്നത് 1 1/2 ഇതാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ചെക്ക് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ അല്ല. സെക്കൻഡ് ഇക്വേഷൻ ചെക്ക് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. തേർഡും ചെക്ക് ചെയ്ത് നോക്ക്,
ഇല്ല. അപ്പൊ ഇതിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് 5 കിട്ടി, വൈക്ക് 1/2 കൊടുക്കുമ്പോൾ ഇത് 4 കിട്ടി. 5 + 4 = 9 ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോപ്രൈം നാച്ചുറൽ നമ്പർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. തന്നിരിക്കുന്ന ഓരോ കണ്ടീഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ.